ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു മോട്ടിവേഷൻ തരാമെന്നുള്ളതാണ്. വേറെ പല രീതിയിലും മോട്ടിവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് പക്ഷേ ഒരു ഇൻസ്പിറേഷണൽ മോട്ടിവേഷനാണ്. നമുക്ക് ഈ ഒരു ഫൈനൽ റിസൾട്ട് കണ്ടപ്പം ആഹാ ഇതുപോലെ നമുക്കൊരു വീട് വേണം എന്നൊരു തോന്നൽ. പക്ഷേ എനിക്ക് ഇത്ര വലിയൊരു വീടിൻ്റെ ആവശ്യമില്ല. എന്താണ് ഈ വീടല്ല എനിക്ക് തോന്നിയത്. വേറെ പല ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വീടിന് മുന്നിൽ ഞാൻ കണ്ടിന്യൂസ് കാണിക്കുന്നതിനകത്ത് കണ്ടിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ തോന്നി. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് അതുപോലൊരു റിസൾട്ട് നമുക്ക് എത്തിക്കാനുള്ളൊരു മോട്ടിവേഷൻ, അതാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിച്ചത്. ജസ്റ്റ് കിഡിങ്. സോ വെച്ച് നമ്മുടെ ആ ഒരു വീടിന് എന്ത് കാര്യങ്ങളും ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ മതിലൊന്ന് റീവർക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് ഒരു ഓപ്ഷൻ എന്നുള്ളത് നോക്കിയാണ് ഞാൻ തുടങ്ങിയത്. ബട്ട് ഐ ആം റിയലി ഇംപ്രസ്. നമുക്ക് കുറേ ഓപ്ഷൻസ് വന്നു. എനിക്ക് ക്രിസ്മസിന് എങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്യണം അതിന് വരെ എനിക്ക് എയുടെ സജഷൻസ് കിട്ടി. സോ അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതിപ്പം നമുക്ക് മതിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് കാണുന്നത്. ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് എങ്ങനെ നമുക്ക് മതിൽ ട്രാൻസ്ഫോം ചെയ്ത് കുറേയും കൂടെ നല്ല രീതിയിലാക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ പല 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 കണ്ടക്സ്റ്റായിട്ട് പാസ് ചെയ്താണ് ഇങ്ങനെ എത്തിയത്. ബട്ട് എന്നാലും നല്ലൊരു രസമില്ല. ഞങ്ങളുടെ ആക്ച്വൽ വീട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഞങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വീട് മുഴുവനും അലമ്പായി, ആകെ മൊത്തം ചെടിയും കയറി മൊത്തം ആകെ ഒരു മെസ്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമുക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്യാം ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ രണ്ട് കണ്ട ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെ എന്തൊക്കെ അപ്ഗ്രേഡ്സ് എനിക്ക് ചെയ്യാം എന്നുള്ളതും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിന്യൂസ് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ചുമ്മാ കുറേ ഇൻസ്പിറേഷന് വേണ്ടി നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു സംഭവത്തിന് വേണ്ടി കുറേ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്ത് നോക്കി. ആൻഡ് ദ റിസൾട്ട് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് എൻ്റെ ആ ഒരു വീട്ടിൽ വെറും 3 സെക്കൻഡ് എടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് വന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ കാണുന്നതെന്നുള്ളത്. ഐ മീൻ മേ ബി എല്ലാവർക്കും ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യായിരിക്കും. ബട്ട് ഫോർ മീ ഇറ്റ്സ് എ റിയലി ഹാർഡ് തിങ് ടു അക്സെപ്റ്റ്. ബിക്കോസ് ബീയിങ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ വി നോ എന്ത് ചെയ്താലാണ് ഒരു ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഒരു 3D ആനിമേറ്ററിനെ സംബന്ധിച്ചോളം എത്ര മണിക്കൂറുകളുടെ വർക്കാണ് ഈ ഒരു സാധനം ചെയ്തത്. മേ ബി അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ 3D ആനിമേറ്റേഴ്സിനെ ഞാൻ ഇത് ചെയ്യുമല്ല, അവരെക്കാട്ടിലും റിയലിസ്റ്റിക്കായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മേ ബി ഒരു ഹൈലി എക്സ്പീരിയൻസ്ഡ് ഒരു 3D ആർട്ടിസ്റ്റിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. നമ്മളും പല ആർട്ടിസ്റ്റുമാരെ കാണുന്നതാണ്. ഈവൻ എൻ്റെ വീട് വെച്ചപ്പോഴും നമ്മളൊരു 3D ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ചതാണ്. ആ ഒരു റിസൾട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ആ ഒരു ഫുൾ സാധനങ്ങളും എല്ലാം വെച്ച് വെറും 3 സെക്കൻഡ്സിൽ നമുക്കൊരു വീടിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് കൊടുത്തൊന്ന് ട്രാൻസ്ഫോം ചെയ്യിക്കുകയാണെങ്കിൽ, നമ്മൾ പലരും വീട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺട്രാക്ടറുമായിട്ട് വൻ സീനുകളാവാറുണ്ട്. ഈവൻ എൻ്റെ കേസിലും അതുപോലെ ആയിട്ടുണ്ട്. എനിക്കൊരു 30 lakhs നിയർലി നഷ്ടം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലൊരു ട്രാൻസ്ഫോർമേഷൻ അന്ന് നമുക്ക് ചെയ്ത് കാണിച്ച് ഇതുപോലൊരു ഔട്ട്പുട്ട് ആണ് വേണ്ടതെന്നും പറഞ്ഞ് നമ്മൾ പ്രൂവ് ചെയ്ത് അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വർക്ക് എന്നുണ്ടെങ്കിൽ ഇത്രയും എനിക്ക് നഷ്ടം വരികയില്ലായിരുന്നു. കാരണം അവരിതിനകത്ത് മുഴുവനും എഗ്രിമെൻറ്റിൽ എഴുതുകയും ഇല്ല. അങ്ങനെ ഓക്കെ അത് നമുക്ക് പിന്നെ ഒരു സ്റ്റോറി ആയിട്ട് മുന്നേ ഞാൻ ഇട്ടിട്ടുമുണ്ട്. എന്താണെങ്കിലും പിന്നീട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ ഈ ഒരു എയിൽ ഞാൻ ചുമ്മാ ക്രിസ്മസിൻ്റെ ഒരു മോഡിഫിക്കേഷൻ എൻ്റെ വീടിന് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചപ്പം കുറേ ലൈറ്റിംഗ് ഓപ്ഷൻസാണ് എനിക്ക് തന്നത്. ഇത്രയും ആ പോർഷെ കാറും ആ മാനും ഒന്നും വിടണമെന്നല്ല പറഞ്ഞത്. ആ ഒരു ലൈറ്റിംഗ് ഓപ്ഷൻ വന്നിട്ട് എന്തോരം വീടിനെ എന്താണ് എത്രത്തോളം നമുക്ക് മെച്ചപ്പെടുത്തി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. അതുകൊണ്ട് ആ ഒരു ലൈറ്റിൻ്റെ സ്ട്രിങ്സ് ഒക്കെയാണ് എന്ത് റിയലിസ്റ്റിക്കാണ്. ആ ഒരു വീഡിയോ ചെരിഞ്ഞും ഫോട്ടോ സൈഡിൽ നിന്നാണെങ്കിൽ പോലും ചുമ്മാ ലൈറ്റ് വെച്ചിരിക്കുന്ന പോലെ അല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് സാധനം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഐ എം റിയലി ഇംപ്രസ്. നിങ്ങളും വെറുതെ വീട്ടിൽ ഇരിക്കുമ്പം നിങ്ങൾക്കും വേറെ പല പല കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ്ഡ് ആയി പോകും. ബട്ട് എന്നാൽ തന്നെയും നമുക്കൊരു ടൈം പാസിന് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് ടൈം കളയാൻ ഏറ്റവും അടിപൊളി സാധനം ഇപ്പോൾ ഇതാണ്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലും ഈ കാണുന്ന വീഡിയോ വരെ യൂട്യൂബിൽ നിങ്ങൾ വെറുതെ സമയം കളഞ്ഞ് കാണുന്നതാണെന്ന് എനിക്കറിയാം. എന്നാൽ തന്നെയും കുറേ ഇൻസ്പിറേഷണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് കഴിച്ച് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെർപ്ലെക്സിറ്റിയാണ് ഓഫ് കോഴ്സ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗൂഗിളിന് ഇത്രയും ഒരു സെറ്റപ്പ് ആയിട്ടില്ല. പെർപ്ലെക്സിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ APIസും അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പാക്കേജ് ഇൻ്റർഫേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ APIs ആണ് ബേസിക്കലി എല്ലാ ഒരു കോഡിൻ്റെയും നമ്മളൊരു ബാക്ക് എൻഡിലോട്ടൊരു വെബ് സർവീസ് വിളിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്, അതിനെല്ലാം നമ്മൾ API എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു API നമ്മളിത് ഏത് വേണമെങ്കിലും ക്ലൗഡ് GPT യൂസ് ചെയ്യാം, ചാറ്റ് GPTയുടെ ഏതൊക്കെ വേർഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഗൂഗിൾ എല്ലാം. നാനോ ബനാന എന്നൊരു പേരിൽ ഇമേജ് ക്രിയേഷൻ ഇല്ലെങ്കിലും അതിനകത്തും ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അടിപൊളി റിസൾട്ട്. ആ ഒരു മെറി ക്രിസ്മസ് എന്നുള്ളത് ആ ഒരു പില്ലറും കാര്യങ്ങളെല്ലാം ചെയ്ത് എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. ആ ഒരു മെറി ക്രിസ്മസ് എന്നുള്ള ആ ഒരു ബാനറൊക്കെ കണ്ടില്ലേ, എന്ത് അടിപൊളി, എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവരിത് കീപ്പ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് മഞ്ഞിട്ടത് കുറച്ച് ഓവറായിട്ട് തോന്നി. നമ്മുടെ കേരളത്തിൽ എവിടെയാണ് മഞ്ഞ്? എന്നാൽ തന്നെയും
ലൈക്ക് നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് കിട്ടിയത്. നിങ്ങളും വെറുതെ ടൈം കളയുമ്പോൾ വീടിൻ്റെ അകത്തെ മോഡിഫിക്കേഷൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും. ഓക്കെ, നമ്മളിതൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെയും നമുക്ക് ലൈക്ക് ജോലി ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിലിട്ടപ്പം പലരും വിചാരിച്ചത് ഇറ്റ്സ് എ റിയൽ ഇമേജ് എന്നാണ്. കാരണം കുറേ പേര് ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ട് വരുന്നത് കാരണം വേണ്ടി ടൈ ചെയ്തിട്ടുള്ളതല്ല. ഇത് പക്ഷേ ഞാൻ യൂസ് ക്രിയേറ്റ് ചെയ്തതാണ്. എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ആ സാധനം ഇരിക്കുന്നത്. നിങ്ങളെ എന്തിലാണ് കൂടുതലും ഹെൽപ്പ് ചെയ്തത്? നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ സമയം കളയാറുണ്ടോ എന്നുള്ളതിനെ പറ്റി കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനൊക്കെ വേണ്ടി ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. താങ്ക് യു.